ഗോഡ്. മക്കളെ സുഖമല്ലേ? സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക ടോപ്പിക്കാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ പറയാൻ സാധ്യതയുണ്ട് ഇത് നമുക്ക് പറ്റിയതല്ല, ഇത് ഇച്ചിരി ഡൈജസ്റ്റ് ചെയ്യാൻ പാടാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, പറ്റുമോയെന്ന് തോന്നുന്നില്ല എന്നൊക്കെ തോന്നും. എന്നാൽ അതല്ല. ടോപ്പിക് ഇതാണ്, വിശുദ്ധി. എന്താ വിശുദ്ധി? വിശുദ്ധി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ് വിശുദ്ധി. എന്താ? ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ് വിശുദ്ധി. ഫോർ എക്സാമ്പിൾ, നമുക്ക് പപ്പയമ്മയുണ്ട്, മാതാപിതാക്കളുണ്ട് അല്ലേ? പപ്പയുടെ അമ്മയുടെ അല്ലെ അപ്പൂപ്പൻ്റെ അമ്മുമ്മയുടെ ഒക്കെ ചില സ്വഭാവങ്ങൾ, ചില ട്രെയ്റ്റ്സ് നമുക്ക് വരാൻ സാധ്യതയില്ലേ അല്ലേ? ചിലപ്പോൾ നമ്മുടെ നിപ്പായിരിക്കാം, നടപ്പായിരിക്കാം, അല്ലെ നമ്മുടെ വികാരങ്ങളായിരിക്കാം, നമ്മുടെ ബോഡി ചേഷ്ടകളായിരിക്കാം, എന്തുമാകാം. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് പൈതൃകമായിട്ട് കിട്ടിയതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യരിലേക്ക് വരാൻ സാധ്യതയില്ലേ? ഉണ്ട്. ഇനി ദൈവത്തിൻ്റെ സ്വഭാവം എന്താ? ദൈവത്തിൻ്റെ സ്വഭാവം ഒന്ന് സ്നേഹം അല്ലേ? എല്ലാം കൊടുത്ത് ഉള്ള സ്നേഹം. അങ്ങനെയെങ്കിൽ നമ്മൾ മനുഷ്യരായ നമ്മൾ മറ്റൊന്നും മനസ്സിൽ വെക്കാതെ ക്ഷമിച്ച് അവരെ അങ്ങ് വിട്ടുകൊടുത്ത് നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം കിട്ടില്ലേ? കിട്ടും. ഇനി ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്തു, ഓക്കെ, നമുക്ക് ഭയങ്കര വിഷമമുണ്ടായി, സങ്കടമുണ്ടായി. ഇത് നമുക്ക് ഉള്ളിൽ വെച്ച് ഇനി നാളെയോ അടുത്ത ദിവസങ്ങളിലോ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഈ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അന്ന് അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് കോട്ട് ചെയ്ത് ലിസ്റ്റുകളൊക്കെ നിരത്തി സംസാരിക്കുമ്പോൾ അത് സ്നേഹമാണോ? അല്ല. ഈശോയുടെ സ്നേഹം അങ്ങനെയല്ല. അപ്പോൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങ് വിട്ടു, ക്ഷമിച്ചു, നമ്മളങ്ങ് ഒഴിവാക്കി എന്ന് വെച്ചാൽ അവരെ ഹൃദയത്തിൽ വെറുപ്പോടെ നമ്മൾ സൂക്ഷിക്കുന്നില്ല. ഈശോ കൊടുത്തതുപോലെ അവർക്ക് നന്മ വരട്ടെ, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അത് ക്ഷമ പൂർണ്ണമായി. ഓക്കെ. ഇനി ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞുതരട്ടെ. ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു, ആ വ്യക്തിയെ കാണുമ്പോൾ പഴയതെല്ലാം തികട്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈശോയെ അങ്ങയുടെ സ്നേഹത്തെ പ്രതി ഈ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു. ഇപ്പം ലിജോ ആണ് ഒരു തെറ്റ് ചെയ്തത്. അപ്പോൾ ലിജോ പിന്നീട് 5 വർഷം കഴിഞ്ഞ് ലിജോ നടന്നു വരുമ്പോൾ എനിക്ക് ആദ്യം കാണുന്നത് അന്ന് ലിജോ എന്നെ നാണം കെടുത്തിയ കാര്യമാണ്. അപ്പോൾ ഞാൻ മറന്നിട്ടില്ല. ഇത് ഫ്രഷായിട്ട് നമ്മുടെ തലയിലും ഹൃദയത്തിലൊക്കെ മാറാല പോലെ പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, നമുക്ക് മനസ്സിലാവുമല്ലോ അതാ ഹീലിംഗ് ആയിട്ടില്ല, സംഭവം മുറിവ് അവിടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുവാണ്, അവൻ്റെ മുമ്പിൽ പോയല്ല, ലിജോയുടെ മുമ്പിൽ പോയല്ല പറയുന്നത്, ലിജോ ഇത് മറന്നൊക്കെ ഇട്ടുണ്ടാവും, ഇതെൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറയാണ്, എൻ്റെ ഈശോയെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ലിജോയോട് ക്ഷമിക്കുന്നു, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ലിജോയോട് ക്ഷമിക്കുന്നു. ലിജോയിൽ നിന്ന് എന്നിലേക്ക് കടന്നു വന്ന എല്ലാ ഇഷ്ടക്കേടും വെറുപ്പും അസ്വസ്ഥതയും നീരസവും ഒക്കെ ഞാൻ ഉപേക്ഷിക്കുന്നു, ഈശോയുടെ നാമത്തിൽ ഞാൻ ഉപേക്ഷിക്കുന്നു. മക്കളെ, ഇങ്ങനെ 5-10 തവണ പറഞ്ഞു നോക്കിക്കേ, കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ഇടപെടും, നമുക്ക് ക്ഷമിക്കാൻ പറ്റും. എത്ര വലിയ നീരസോ എത്ര വലിയ മുറിവാണെങ്കിലും പറഞ്ഞു വരുമ്പോൾ കൃപ ഒഴുകി നമ്മൾ വിശദീകരിക്കപ്പെടും. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വിശുദ്ധിയെ പറ്റിയാണ്. അപ്പോൾ സ്നേഹം, ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോൾ ഈശോയുടെ സ്വഭാവം കിട്ടുന്നു. 2, ക്ഷമ, ഹൃദയം കൊണ്ട് ക്ഷമിക്കുമ്പോൾ ഈശോയുടെ സ്വഭാവം നമുക്ക് കിട്ടുന്നു. ഇനി 3, നമ്മൾ ഷെയർ ചെയ്യുന്നു. എനിക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ഈശോയുടെ സ്വഭാവം കിട്ടുന്നു. ഓക്കെ, നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേനയും കുറച്ച് പേപ്പറേ ഉള്ളൂ. അപ്പോൾ ഒരു കുട്ടി വന്ന് ചോദിക്കുകയാണ്, സിസ്റ്റർ ഒരു പേന തരുമോ എന്ന് പറഞ്ഞാൽ ഞാനത് കൊടുക്കുകയാണെങ്കിൽ അത് ഈശോയുടെ സ്വഭാവമാണ്. എനിക്കിപ്പോൾ 5 പേപ്പറുണ്ട്, ഞാൻ പറയണം ഓക്കെ ഇത് 5 ആവശ്യമാണ്, എങ്കിലും നിങ്ങൾക്ക് ആവശ്യമല്ലേ ഒന്നെടുത്തോ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതൊക്കെ വിശുദ്ധിയാണ്. ഓക്കെ. ഇനി വേറെ ഒരു കാര്യം കൂടി, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി സിസ്റ്റർ പറഞ്ഞുതരാം. ഓക്കെ. തെറ്റ് ചെയ്താൽ ശിക്ഷണമുണ്ട്, ഉറപ്പാണ്. ശിക്ഷ കഴിഞ്ഞാൽ ബ്ലെസ്സിങ്ങും ഉണ്ട്. അതായത് സിൻ, പണിഷ്മെൻറ്റ്, ബ്ലെസ്സിങ്. ഇതാണ് കർത്താവിൻ്റെ സ്ട്രാറ്റജി. ഫോർ എക്സാമ്പിൾ, ആദ്യ മാതാപിതാക്കളുടെ കാര്യം നമുക്കറിയാമല്ലോ. അവർ ഭയങ്കര ഫ്രണ്ട്സായിട്ട് അപ്പനും മക്കളും ഒന്നിച്ച് തോട്ടത്തിൽ ഉലാത്തുന്നു, ഒന്നിച്ച് കാര്യങ്ങളൊക്കെ ദൈവം പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് ജെല്ലായിട്ട് അവർ ജീവിക്കുമായിരുന്നു. പെട്ടെന്നാണ് അവർ അനുസരണക്കേട് കാണിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു.
ശിക്ഷ, ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു. അടുത്ത ബ്ലെസ്സിങ് എന്താ? ദൈവം അവർ തെറ്റ് ചെയ്തെങ്കിലും തോലുകൊണ്ടുള്ള വസ്ത്രം ധരിപ്പിച്ചാണ് ഭൂമിയിലോട്ട് അയച്ചത്. പിന്നാലെ ദൈവവും വന്നായിരുന്നു അല്ലേ? ദൈവവും വന്നു. രണ്ടാമത്തെ എക്സാമ്പിള്, ഇസ്രായേൽക്കാരടുത്ത് അവർക്ക് കാനാൻ ദേശം വാഗ്ദാനം ചെയ്തു. പ്രത്യേകം കണ്ണുവെച്ച് സ്വന്തമാക്കി മരുഭൂമിയിലൂടെ ആ യാത്രയിൽ കാനാൻ ദേശത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ അവർക്ക് വെറുപ്പും ദൈവത്തെ കുറ്റം പറച്ചിലും മോശെ പറയുന്നത് കേൾക്കാതിരിക്കുകയൊക്കെ ചെയ്തില്ലേ? സിൻ, അവർ പാപം ചെയ്തു. പണിഷ്മെൻറ്റ് അവർക്ക് കുറച്ചുകൂടി കാലദൈർഘ്യം എടുത്തു. ബ്ലെസ്സിങ് എന്താ? അവർ അനുദപിച്ചപ്പോൾ, അവർ ദൈവത്തെ കൂട്ടുപിടിച്ചപ്പോൾ കാനാൻ ദേശം സ്വന്തമാക്കി. ഓക്കെ, മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാം. ദാവീദ് രാജാവിനെ അറിയാമല്ലോ. പുള്ളിക്കാരൻ ദൈവത്തോട് ചേർന്ന് നടക്കുമായിരുന്നു. ഒരു ഘട്ടത്തിൽ വിവാഹിതനായ ഒരാളുടെ ഭാര്യയെ സ്നേഹിച്ചു, പ്രണയിച്ചു, ശാരീരികമായി ബന്ധപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടതായിരുന്ന ദാവീദ് രാജാവ് പാപം ചെയ്തപ്പോൾ ഊറിയയുടെ ഭാര്യയായിരുന്നേ. അപ്പോൾ ആ ഭാര്യയിലുണ്ടായിരുന്ന കുഞ്ഞ് മരിച്ചുപോയി. ദാവീദ് പിന്നെ കരഞ്ഞ് വിളിച്ച് ദൈവത്തോട് സോറി ചോദിച്ചപ്പോൾ എന്നാ സംഭവിച്ചു? അതേ ഊറിയയുടെ ഭാര്യയിൽ തന്നെ സോളമൻ ജനിച്ചു. ഇനി ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. യോന പ്രവാചകൻ നമുക്ക് സുപരിചിതനാണ്. യോന പ്രവാചകനോട് ദൈവം എന്താ പറഞ്ഞു? പോയി മോനെ, നീ നിനവയിൽ പോയി അവരോട് പ്രസംഗിക്കുക, അവർ പാപത്തിൽ നിന്ന് പിന്തിരിയട്ടെ, അവരോട് പ്രസംഗിക്കാൻ പറഞ്ഞു വിട്ടു. യോന പ്രവാചകൻ എന്ത് ചെയ്തു? ആ സ്ഥലത്ത് പോയില്ല. അപ്പം ശിക്ഷ എന്താ? 3 ദിവസം മത്സ്യം വിഴുങ്ങി. അവൻ ദൈവത്തെ സ്തുതിച്ച് അനുദപിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മത്സ്യം അതിനെ 3 ദിവസം കഴിഞ്ഞ് ഛർദ്ദിച്ച് കരയിലിട്ടു. തുടർന്ന് നിനവയിൽ പോയി പ്രസംഗിച്ചു. അവരെല്ലാവരും അനുദപിച്ച് ചാക്കൊടുത്ത് വസ്ത്രം ധരിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ നിനവയെ നശിപ്പിച്ചില്ല അല്ലേ? അപ്പോൾ ഇതാണ് സിൻ, പണിഷ്മെൻറ്റ്, ബ്ലെസ്സിങ്. ഓക്കെ, ഇനി ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളോടാണ് സിസ്റ്റർ പറയുന്നത്. പലപ്പോഴും മാതാപിതാക്കളുടെ ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം നിങ്ങൾക്ക് പണമില്ലാഞ്ഞിട്ടോ വസ്ത്രമില്ലാഞ്ഞിട്ടോ വീട് ഇല്ലാഞ്ഞിട്ടോ അല്ല, മക്കളെ ഓർത്താണ്. എല്ലാവർക്കും അല്ല, പല മാതാപിതാക്കൾക്കും ഉത്കണ്ഠയും ടെൻഷനും. അപ്പോൾ കുഞ്ഞു മക്കളായിരിക്കുമ്പോഴേ തന്നെ ദൈവം ഉപയോഗിച്ച സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാം. തെറ്റ് ചെയ്താൽ അവർക്കൊരു ശിക്ഷണം വേണം. ചിലവർ ഒഴിവാക്കി വിടും, സാരമില്ല, അവൻ തന്നെത്താനെ പഠിച്ചോളും, കുഞ്ഞല്ലേ, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് വിടരുത്. തെറ്റ് കണ്ടാൽ അതിലൊരു ശിക്ഷണം വേണം. ശിക്ഷണം കഴിഞ്ഞാലോ ഒരു റിവാർഡ്, ഒരു റീഇൻഫോഴ്സ്മെൻറ്റ്, ഒരു അപ്രീസിയേഷൻ, ഒരു നല്ല കാര്യം ചെയ്യാം, അവനെ അഭിനന്ദിക്കാം. അപ്പോൾ ഈ ഇടയിലുള്ള ആ ശിക്ഷണം എന്ന ഒരു കാര്യം പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമാണ്. അപ്പോൾ കുഞ്ഞിലേ തന്നെ ആ കാര്യം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു കുഞ്ഞ് എക്സാമ്പിൾ, വീട്ടിൽ നിങ്ങൾക്ക് പ്രായമുള്ള അമ്മയോ അപ്പൂപ്പനോ അപ്പച്ചനോ ഒക്കെ കാണും. അവർ ചിലവർ ഈ സംസ്കാരം കൂടി അവരെ പേര് പറഞ്ഞ് വിളിക്കാം, അല്ലെ എടി പൊടി എന്നൊക്കെ വിളിക്കാം. ഇങ്ങനെ ബഹുമാനമില്ലാതെ സംസാരിക്കുമ്പോൾ സാരമില്ല, കുഞ്ഞല്ലേ, അവൻ വളരുമ്പം പഠിച്ചോളും എന്ന് പറഞ്ഞ് വിടരുത്. അത് കറക്റ്റ് ചെയ്യണം. വേണമെങ്കിൽ ഒരു അടിയൊക്കെ കൊടുക്കണതിൽ പ്രശ്നമില്ല എന്നാണ് സിസ്റ്ററിൻ്റെ ഒരു പേഴ്സണൽ വ്യക്തിപരമായ ഒരു ധാരണ, ഒരു വിശ്വാസം. കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ കുഞ്ഞിലേ തന്നെ ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ സ്ട്രാറ്റജി ഇതായിരുന്നു. തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്, ശിക്ഷ കഴിഞ്ഞാൽ ബ്ലെസ്സിങ്. ഓക്കെ, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, എല്ലാം തന്നു അല്ലേ, എല്ലാം ചങ്കും ഉള്ളും എല്ലാം പറിച്ച് നമുക്ക് തന്നു. ഓക്കെ, ദൈവത്തിൻ്റെ രൂപം മറന്നു, ആകൃതി മറന്നു, വിരൂപമാക്കി, എല്ലാം ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. ഓക്കെ, എന്നെ സ്വന്തമാക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ജീവിക്കാൻ വേണ്ടി എൻ്റെ പാപങ്ങൾ ദൈവം ചുമലിലേറ്റി ചുമന്ന് പാപപരിഹാരം ചെയ്ത് സ്വന്തം പ്രാണൻ വെടിഞ്ഞു. എന്നിട്ടും എനിക്ക് വേണ്ടി കല്ലറ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റു. അതാണ് എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, പ്രിയമുള്ളവരെ, ഇനി ഈ സ്വഭാവം ഇത്രയും നേരം പറഞ്ഞല്ലോ, സ്നേഹം, ക്ഷമ, വിട്ടുകൊടുക്കുക. ഇനി ഒന്നും കൂടി കൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയില്ലാതെ ബാക്കി എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവന് തുല്യമാണ് കേട്ടോ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നാ ചെയ്യും? ദൈവം നമ്മളെ ഇങ്ങനെ മൊബൈല് ചാർജറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്നാ ചെയ്യണേ? ചാർജ് ആകത്തില്ലേ? നമ്മൾ ഒരു 2 ദിവസം, ഇതിപ്പോൾ ഐഫോണോ സാംസങ്ങോ ഏതുമാകട്ടെ, ഏത് ഫോണോ ആകട്ടെ, ഈ ഫോണ് നല്ല ഗുമ്മാണ്, നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. 2 ദിവസം ഇതിനെ ചാർജ് ചെയ്യാതിരുന്നാൽ എന്നാ സംഭവിക്കും? ഒരു സിസ്റ്റവും വർക്ക് ചെയ്യില്ല. 2 വേണ്ട, ഒരു 3 ദിവസം എടുക്കാം, വർക്ക് ചെയ്യില്ലല്ലേ? ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഈ മൊബൈൽ കൊണ്ടുപോയി പ്ലഗ് ചെയ്ത് ചാർജുമായിട്ട് വെക്കുന്നു. അപ്പം വീണ്ടും അത്
വീണ്ടും അത് നന്നായി പ്രവർത്തിക്കുന്നു, എല്ലാ സിസ്റ്റംസും പ്രവർത്തിക്കുന്നു. ഇതുപോലെ എൻ്റെ പ്രിയ മക്കളെ നമ്മളും ചാർജ് ചെയ്യണം. പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അത് മറക്കരുത്. എത്ര വളർന്നാലും പ്രാർത്ഥന നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം. ഓക്കെ, ഈശോയും പ്രാർത്ഥിച്ചിരുന്നില്ലേ? ദൈവമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, വിജനതയിൽ പോയി കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു, ശിഷ്യന്മാരെ വിട്ട് ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ചിരുന്നു, ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി പോയി പ്രാർത്ഥിച്ചിരുന്നു. ഓക്കെ, കണക്ഷൻ. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം കിട്ടും. ഓക്കെ, ഇനി വിശുദ്ധനായ ഒരു കുഞ്ഞ് വിശുദ്ധനായാൽ അവൻ എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും നോ പ്രോബ്ലം, ലോകം അവനെ ബഹുമാനിക്കും. വിശുദ്ധിയുടെ പരിമളം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ 7-ാം കടൽ കടന്നും ആൾക്കാർ വരും. അതാണ് നമ്മൾ ഓരോ വിശുദ്ധരുടെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള ആൾക്കാർ വരുന്നില്ലേ? അതാണ് വിശുദ്ധി. വിശുദ്ധി ഒരു സുഗന്ധ പുഷ്പമാണ്. ആ പുഷ്പം ഒരിടത്ത് ഓടി ഓടി നടക്കില്ലല്ലോ. ഒരു പുഷ്പം അവിടെ തന്നെ നിൽക്കും. അതിനെ തേടി വണ്ട് വരും, പൂമ്പാറ്റ വരും, ഈച്ച വരും, തേനീച്ച വരും, അങ്ങനെ പലരും വരും. അപ്പം നമ്മളൊക്കെ അങ്ങനെ ആകേണ്ടവരാണ്. പുഷ്പം പോലെ വിടർന്ന് അവിടെ തന്നെ നിന്നാൽ മതി. നമ്മുടെ വിശുദ്ധിയുടെ പരിമളം പരന്ന് അത് കണ്ട് ആ സുഗന്ധം അനുഭവിക്കാൻ വേണ്ടി പലരും വരും. ഓക്കെ, ഇനി പ്രിയ മക്കളെ, ഇനി സിസ്റ്റർ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പെന്നും പേപ്പറും എടുക്കുക, അല്ലെ ബുക്ക് എടുക്കുക. നമ്മൾ ചുമ്മാ നമ്മളെ തന്നെ, നമ്മുടെ വിശുദ്ധി എവിടെയാണ് നിൽക്കുന്നത്, ഓക്കെ, നമ്മുടെ ആത്മീയത ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒന്നാമത്തെ പരീക്ഷണം. ഓക്കെ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് എക്സ് ആൻഡ് വൈ രേഖ, ഗ്രാഫ്. ഓക്കെ, നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കാനാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ 0, 5, 10, 15, 20, 25, 30, 35, 40, ഓക്കെ 45. അപ്പോൾ ഒന്നാമത് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ഞാൻ പള്ളിയിൽ പോകാറുണ്ടോ? ഓക്കെ, ഞാൻ പള്ളിയിൽ പോകാറുണ്ടോ? ഡെയിലി കുർബാനയ്ക്ക് പോകാറുണ്ടോ? സൺഡേ മാത്രമാണോ? അപ്പോൾ ചിന്തിക്കുവാണ്, ശരിയാ, ഡെയിലി കുർബാനയ്ക്ക് ഭയങ്കര ഉറക്കമാണ്, ഞാൻ പോകാറില്ല. സൺഡേക്ക് പോവും, പക്ഷേ സൺഡേ എന്നെ ആരെങ്കിലുമൊക്കെ ഉന്തി തള്ളി വിടണം. വീട്ടുകാരുടെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ഗ്രാഫിൽ ഒക്കെ എത്ര കൊടുക്കാം? ഒരു 10 കൊടുക്കാം അല്ലേ? പാവല്ലേ? ഓക്കെ, 10. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പള്ളിയുമായുള്ള അടുപ്പം. രണ്ടാമത്തെ ചോദ്യം നമ്പർ 2, പേഴ്സണൽ പ്രെയർ ഉണ്ടോ? പേഴ്സണൽ പ്രെയർ എന്ന് വെച്ചാൽ വ്യക്തിപരമായി ഈശോയുടെ അടുത്ത് പോയി ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ടോ? ഒത്തിരി സമയമില്ലെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ. പിന്നെ ചിലവർ സ്നേഹം കൂടുമ്പോൾ നമ്മൾ അതിൻ്റെ സമയം ദൈർഘ്യം കൂടും. ഒറ്റയ്ക്ക് ഇല്ല. ഒരാഴ്ചയിൽ വല്ല പ്രശ്നം വന്നാൽ ഞാൻ പോയിരിക്കും. അല്ലാതെ സ്നേഹം കൊണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ഞാൻ പ്രണയിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളടുത്ത് പോയി ഇരിക്കാനും സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും ഒക്കെ കാണിക്കുന്ന തീവ്രതയൊന്നും എനിക്കത്രയില്ല. എങ്കിൽ എത്ര കൊടുക്കാം? നമുക്ക് വീണ്ടും ഒരു 8 കൊടുക്കാം അല്ലേ? ഓക്കെ, ഒരു 8 മാർക്ക്. ചോദ്യം നമ്പർ 2. മൂന്നാമത്തെ ചോദ്യം, ഓക്കെ, വീട്ടുകാരോട് എൻ്റെ ഇടപെടൽ എങ്ങനെയാണ്? ഓക്കെ, വീട്ടുകാരോട് സ്നേഹമുണ്ടോ, ദേഷ്യമാണോ, അവരെപ്പോഴും തർക്കിക്കുവാണോ? അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ പപ്പയും അമ്മയൊക്കെ സഹായിക്കും, ഞാൻ നല്ല കുട്ടിയാണ് എങ്കിൽ കുറച്ചുകൂടി 15 മാർക്ക് കൊടുക്കാം. ഇനി ഒരു നാലാമത്തെ ചോദ്യത്തിന് നമുക്ക് ഒരു ചോദ്യം കൂടി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നാലാമത്തത്, ക്ഷമ എനിക്ക് എത്രമാത്രം ഉണ്ട്? ഓക്കെ, അതിന് ഓക്കെ ഞാൻ പറയുവാണ്, ഞാൻ ക്ഷമിക്കുന്ന ആളാണ് 20. ഇതുപോലെ ഓരോ ചോദ്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്യാം. ഓക്കെ, ദൈവത്തിൻ്റെ സ്വഭാവം, ക്ഷമ. ഇനി വാക്ക് ഒന്ന് പറഞ്ഞ് മാറ്റി പറയുന്നതാണോ, വിധിക്കുന്നതാണോ, എപ്പോഴും മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കുന്നവരാണോ? ഇതുപോലെ നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറ്റം പറയുന്നത് കുറച്ച് കൂടുതലാണെങ്കിൽ താഴോട്ട്. ഓക്കെ, നമ്മൾ കുറച്ച് മാർക്കാണ് ഇടുന്നത്, ഒരു 8 9 മാർക്ക്. ഇതുപോലെ നമ്മൾ ഗ്രാഫ് ചെയ്ത് നോക്കണം. എൻ്റെ ആത്മീയ വളർച്ച എത്രമാത്രമുണ്ട്, അത് മുകളിലേക്കാണോ താഴേക്കാണോ, ഹയർ സ്കോറാണോ, മിഡിലാണോ, ബോട്ടമാണോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ.
ഇനി ഒരു പരീക്ഷണം കൂടി. ആ പരീക്ഷണം കാണിക്കുന്നതിന് ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് കിട്ടാനാണ്. ഓക്കെ, നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് ആരെയാ? പരിശുദ്ധാത്മാവാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ബലഹീനതകളില്ലേ, നമ്മൾ ചിലപ്പോൾ ഇന്ന് ഭയങ്കര ഉഷാറാവും, നാളെ ചിലപ്പം കാറ്റ് പോയ ബലൂണ് പോലെ ആകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ആകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കൂട്ടുപിടിക്കേണ്ടത് ദൈവം തന്ന ഏറ്റവും നല്ല ഫ്രണ്ടായ പരിശുദ്ധാത്മാവിനെയാണ്. ഓക്കെ, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം കാണിക്കുന്ന ഒരു കുഞ്ഞ് എക്സാമ്പിളും കൂടി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ മക്കളെ, വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് ഒരാളെ വേണം. അപ്പോൾ ആ വ്യക്തിയുടെ പ്രാധാന്യം കാണിക്കുന്ന ഒരു ചെറിയ പരീക്ഷണം കാണിച്ചു തരാം. പോകരുത്, ഇരിക്കണം. ഓക്കെ, പരീക്ഷണം തുടങ്ങുകയായി. വിചാരിക്കുക, ഇത് വെള്ളം ഒരു ബൗളിലുണ്ട്, ഇത് ലോകമാണ്. ദൈവം സകലതും സൃഷ്ടിച്ചപ്പോൾ എല്ലാം നന്നായിരിക്കുന്നു എന്ന് കണ്ടു അല്ലേ? അപ്പോൾ ഈ ലോകത്തെ കാണിക്കാനാണ്, സുന്ദരമായിട്ടുള്ള പ്രപഞ്ചത്തെ കാണിക്കാനാണ് ഈ ബൗളിലെ വെള്ളം. കാലം കടന്നുപോയി, കാലാന്തരത്തിൽ ഒത്തിരി പാപങ്ങളും ഒത്തിരി തിന്മകളും കടന്നു വന്നു അല്ലേ? ആ തിന്മകളെ കാണിക്കാൻ വേണ്ടി സിസ്റ്റർ ദേ ഇത് ഒഴിക്കുന്നു. പാപം കടന്നു വന്നു, ഇച്ചിരി ഇട്ടപ്പം തന്നെ കളറ് മാറി. ഇനി ഇത് കുടിക്കാൻ പറ്റുമോ? ഇല്ല, കുടിച്ചാൽ എൻ്റെ ശരീരത്തിന് പ്രശ്നമാവും, ചിലപ്പോൾ എൻ്റെ ജീവന് തന്നെ ഭീഷണിയായി മാറും. ഓക്കെ, ലോകം അത്രമാത്രം തിന്മകൾ കൊണ്ട് നിറഞ്ഞു. ഓക്കെ, എങ്കിലും എനിക്ക് ജീവിക്കാൻ ഈ ലോകമേ ഉള്ളൂ. വിശുദ്ധനായാലും പാപിയായാലും ഈ ലോകത്തിൽ ജീവിച്ചേ പറ്റൂ. ഞാൻ ആരാ? നിസാരനായ, ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെ വളരെ ദുർബലനായ ഒരു വ്യക്തിയാണ്. അത് കാണിക്കാനാണ് ഈ ടിഷ്യൂ പേപ്പർ. ഓക്കെ, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളയില്ലേ, ലോകത്തിൽ നിന്ന് എടുത്ത് കളയും, അല്ലെങ്കിൽ വേസ്റ്റ് ബോക്സിലാക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. ഈ ശ്വാസം ഒന്ന് പോയാൽ പിന്നെ അടുത്ത് പെട്ടി അന്വേഷിക്കും. സിസ്റ്ററിനെ ഒരു മൊബൈൽ മോർച്ചറിയിൽ കിടത്തിയിരിക്കും. സിസ്റ്റർമാരും എല്ലാ അച്ഛന്മാരൊക്കെ വന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം, 2 ദിവസം, അത് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യും? എത്രയും വേഗം സിസ്റ്ററിനെ ഒഴിവാക്കാൻ വേണ്ടി പറമ്പിൽ കുഴിയൊക്കെ കുത്തിയിട്ടുണ്ടാവും. അവർ കുറേ പ്രാർത്ഥന ചൊല്ലി ഒഴിവാക്കി വിടുമല്ലേ ലോകത്തിൽ നിന്ന്. അതാണ് നമ്മുടെ ജീവിതം. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിനെ കാണിക്കാനാണ് ഈ പേപ്പർ. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കണം. ഓക്കെ, എനിക്ക് ഇതിൻ്റെ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ മക്കളെ, നല്ല മിനുസമുള്ളതാണ്, സോഫ്റ്റാണ്, വല്ല കറയുണ്ടാവും, ഓരോ പ്രശ്നമില്ല, നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഞാൻ ഈ ലോകത്തിൽ ഇങ്ങനെ പതിയെ പതിയെ ജീവിക്കുമ്പോൾ അയ്യോ മുക്കിത്തീരേണ്ട താമസം, അതെല്ലാം നോക്കിക്കേ ഈ അവസ്ഥയിലായി. ലോകത്തിൻ്റെ പാപം, ലോകത്തിൻ്റെ മ്ലേച്ഛത എന്നിലേക്ക് വന്നു. കണ്ടോ? ഇനി ഇന്ന് തുറക്കാനൊന്നും പറ്റത്തില്ല, കാരണം ഇങ്ങനെ പീഞ്ഞു പോകും. ഓക്കെ, ഇറങ്ങിപ്പോവും, വൃത്തികേടാവും. ഓക്കെ, എൻ്റെ അവസ്ഥ ഇങ്ങനെയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എനിക്ക് കുറച്ച് കൂട്ടുകാർ വേണം, എനിക്ക് പങ്കുവയ്ക്കാൻ കുറേ നല്ല നല്ല വ്യക്തിത്വങ്ങൾ വേണം, കുറച്ച് സമ്പത്ത് വേണം, എങ്കിലേ എനിക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഇത് ഒരു അഡീഷണൽ ആയിട്ടുള്ള. ഓക്കെ, ഒന്ന് ഈ ലോകത്തിൽ കുറച്ചുകൂടി ജീവിക്കാൻ, സുരക്ഷിതമായി സന്തോഷത്തോടെ ജീവിക്കാൻ കുറച്ച് ആസ്തിയും ധനവും കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി. ഇനി ഒന്നിച്ച് ഈ ലോകത്തിൽ ജീവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നിട്ടും എനിക്ക് പറ്റിയില്ല. ആ ലോകത്തിൻ്റെ കളർ വന്നു. ഞാൻ എന്തൊക്കെ വിദ്യ ഉപയോഗിച്ചോ, എന്തൊക്കെ ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്തോ, അതൊക്കെ വളരെ നല്ല രീതിയിൽ അങ്ങ് ആയില്ല. അപ്പോൾ ഒരു ക്രിസ്ത്യാനി വിചാരിക്കുക, ഈശോ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ, സുന്ദരമായിട്ട് ജീവിക്കാൻ, ലോകത്തിൻ്റെ പാപങ്ങൾ നമ്മുടെ മേലിൽ കറയായും ചെളിയായും ഒക്കെ വരാതിരിക്കാൻ നമുക്കൊരാളെ തന്നിട്ടുണ്ട്. ആരായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരിശുദ്ധാത്മാവാണല്ലേ. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ് ഇത്. സാധാരണ മനുഷ്യന്മാർ നമ്മൾ പറയും അകം ഒന്നും പുറം വേറെയാണ്, ഡബിൾ സ്വഭാവമൊക്കെ കാണിക്കുമെന്ന് പറയും. എല്ലാവരും അല്ല, ചിലർ. പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല കേട്ടോ. അകവും പുറവും സെയിമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അകത്തെന്ത് വെച്ചാലും പുറത്ത് കാണും. അങ്ങനെ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും ഉള്ള ദൈവമായ പരിശുദ്ധാത്മാവ്. ഓക്കെ, ഈ പരിശുദ്ധാത്മാവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ ഞാൻ എത്ര പരിശ്രമിച്ചിട്ട് എത്ര ഞാൻ ശ്രമിച്ചിട്ടും അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നില്ല. ഓക്കെ, നമ്മളിപ്പം വിശുദ്ധിയെ പറ്റിയാണല്ലോ ചിന്തിക്കുന്നത്. ഞാൻ വിശുദ്ധമായ ജീവിതം ആഗ്രഹിക്കുന്നു, പക്ഷെ നടക്കണില്ല. ഈശോയെ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണേ. പരിശുദ്ധാത്മാവ് എൻ്റെ ഉച്ചി തൊട്ട് ഉള്ളങ്കാല് വരെ നിൽക്കണേ. എൻ്റെ സർവ്വത് ഞാൻ പരിശുദ്ധാത്മാവിന് തരുന്നു, എന്നെ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കുപ്പായം ഇട്ടു. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്, ഒറ്റയ്ക്കല്ല തിന്മകൾക്കെതിരെ പോരാടുന്നത്,
ഒറ്റയ്ക്കല്ല വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ വെള്ളത്തിലേക്ക്, ഈ ലോകത്തിലേക്ക് ഇറക്കി വെച്ചു. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഞാൻ വളരും തോറും പരിശുദ്ധാത്മാവിനെയും കൂട്ടുപിടിച്ചാണ് വളരുന്നത്. ഓക്കെ, ഈ ലോകം ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ പ്രശ്നങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. മക്കളെ, ഈ ലോകത്ത് ഞാൻ ജീവിച്ചു. നേരത്തെ വെക്കുന്നതിന് മുമ്പേ അതിൻ്റെ ലോകത്തിൻ്റെ കളറും ഒക്കെ എനിക്ക് വന്നു. ഇതിലാണെങ്കിൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? നനവില്ലാതെ വെച്ചതുപോലെ വളരെ സുന്ദരമായിട്ട് ഞാനുണ്ട്. ഇതുപോലെ എൻ്റെ പ്രിയ മക്കളെ, നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ പറ്റില്ല. സ്വർഗം തന്ന പരിശുദ്ധാത്മാവായ ദൈവത്തെ കൂട്ടുപിടിക്കണം, ചേർത്ത് പിടിക്കണം, ഒന്ന് പ്രണയിക്കണം. അത്രേ ഉള്ളൂ. നമ്മൾ കൂട്ടുകാരെ എങ്ങനെ പ്രണയിക്കും, കൂട്ടുകാരുടെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ എങ്ങനെ ആഗ്രഹിക്കും, അതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, ചേർത്ത് പിടിക്കുക, പരിശുദ്ധാത്മാവുമായിട്ട് ജീവിക്കുക. അപ്പോൾ ജീവിതം വിശുദ്ധമായി വിശുദ്ധിയോടെ ജീവിച്ച് ദൈവത്തെ ഇങ്ങനെ മുഖാമുഖം കാണാവുന്ന തരത്തിൽ, മോശ പ്രാർത്ഥിച്ചില്ലേ, ഒരു സ്നേഹിതനെ പോലെ ദൈവത്തോട് സംസാരിച്ചതുപോലെ നമുക്കും പറ്റും. ദൈവം വരും, ആകാശം ചായ്ച്ച് നമ്മളെ കേൾക്കും, ആകാശം പൊളിച്ച് നമ്മളടുത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. വിശുദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യ സ്വഭാവത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ് വിശുദ്ധി. ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹം, ക്ഷമ, വിട്ടുകൊടുക്കുക, ശിക്ഷണം നൽകുക, ചേർത്ത് പിടിക്കുക, ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഒപ്പം പ്രാർത്ഥന. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരും. ഇങ്ങനെ ദൈവിക സ്വഭാവം വന്ന ആൾക്കാരെ ദൈവം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് ദാനിയേൽ, യേശയ്യ, എലിയ എന്ന് പറയുന്ന പല ആൾക്കാരും, പല വ്യക്തിത്വങ്ങൾ, മഹാന്മാരും പ്രവാചകന്മാരും ഒക്കെ ഉണ്ട്. അതുപോലെ നമുക്കും ആകാം. അതുപോലെ ജീവിക്കണമെങ്കിൽ സിസ്റ്റർ പറഞ്ഞത്, ഇത് ലോകം തിന്മകൾ നിറഞ്ഞതാണ്. അതിൻ്റെ കറ പുരളാതിരിക്കാൻ നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഈ പേപ്പറിലൂടെ സിസ്റ്റർ എന്താ കാണിച്ചത്? നമ്മൾ വല്ലപ്പോഴും നമ്മുടെ ആത്മീയതയുടെ ലെവലും റേഞ്ചും എത്രയാണ്, ഉയർന്ന നിലവാരത്തിലാണോ, മീഡിയം ആണോ, ബോട്ടം ലെവലാണോ, അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ വിശുദ്ധിയോടെ ജീവിക്കാം, വിശുദ്ധരോടൊപ്പം ജീവിക്കാൻ, അങ്ങനെ ദൈവത്തെ മുഖാമുഖം കാണുന്ന വ്യക്തികളായി മാറാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.